ഹായ് ഗൈസ്, മഴ തോരും മുമ്പേ പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അലീന പലതും പറഞ്ഞ് പലർക്കും ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടെങ്കിലും പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാവില്ല. മോൾക്ക് അതെല്ലാം ഉണ്ടായിട്ടും വെറും ഒരു വർഷം എന്ന് പറഞ്ഞ് തള്ളിക്കളയല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇനി ബബിത തീരുമാനിക്കട്ടെ എന്ന് വിചാരിച്ച് തിരിഞ്ഞു നടക്കുമ്പോൾ ഞാൻ കോളേജിലേക്ക് പോയിക്കൊള്ളാം എന്ന് ബബിത പറയുന്നു. ആ സന്തോഷം ബാലചന്ദ്രനോടും അലീന പറയുന്നുണ്ട്. പിന്നീട് കോളേജിൽ പോകാൻ അലീന മനുവിനെയും വിളിക്കുന്നു. മനു വന്നു. 3 പേരും കൂടെ കോളേജിലെത്തി. വീണ്ടും അലീന ബബിതയെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം പ്രിൻസിപ്പാളിനെ കാണാൻ അവർ കോളേജിനുള്ളിൽ നടക്കുമ്പോൾ കുറെ പെൺകുട്ടികളും ആൺകുട്ടികളും ബബിതയെ നോക്കി പരിഹസിച്ചു ചിരിക്കുന്നു. ഇത് കണ്ട് ബബിതയുടെ മുഖം വല്ലാതാകുന്നുണ്ട്. അലീന ബബിതയുടെ കൈ പിടിച്ച് ആ പരിഹസിച്ചു ചിരിച്ച കുട്ടികളുടെ നേരെ വന്ന്, നിങ്ങളുടെ വീട്ടിലെ ആരെങ്കിലുമാണ് ഇങ്ങനെ അറിയാതെ സംഭവിച്ചതെങ്കിൽ നിങ്ങൾ അവരെ കുറ്റപ്പെടുത്തുമോ, ഒറ്റപ്പെടുത്തുമോ, ഇങ്ങനെ കളിയാക്കി ചിരിക്കുവോ എന്നൊക്കെ ചോദിച്ച് വായടപ്പിക്കുന്നുണ്ട്. അതിനുശേഷം മനുവും അലീനയും കൂടെ തിരിച്ചു വരാൻ നേരം മനു അലീനയോട് പറയുന്നുണ്ട്, എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് എന്ന്. പക്ഷെ മനു അത് അപ്പോൾ തന്നെ പറയുന്നില്ല. ചിലപ്പോൾ ശിവൻ ഹരിക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യാൻ പറഞ്ഞ കാര്യമാണോ എന്നറിയില്ല. മനു പിന്നീട് വൈജയെ കാണുന്നുണ്ട്. അലീനയെ എപ്പോഴും മനു സപ്പോർട്ട് ചെയ്യുന്നത് കാരണം മനുവിനോട് വലിയ രസമില്ല വൈജയന്തിക്ക്. അതുകൊണ്ട് മനുവിനോട് പറയുന്നത്, ആരൊക്കെ അവളുടെ കൂടെ കൂടിയോ അവരുടെ ജീവിതം തുലഞ്ഞു പോകും എന്ന് പറയുന്നുണ്ട്. അതിന് മനു ഒന്നും മറുപടി പറയുന്നില്ല. അതിനുശേഷം മനു ബാലചന്ദ്രനെ കാണുമ്പോൾ ശിവനും കമലയും ഹരിയുടെ കാര്യം അലീനയോട് സൂചിപ്പിക്കാൻ പറഞ്ഞത് ബാലചന്ദ്രനോടും പറയുന്നു. നീ ആർക്കു വേണ്ടിയും അലീനയോട് പറയുകയോ വക്കാലത്ത് പിടിക്കുകയോ ചെയ്യരുത്. അവളുടെ മനസ്സിൽ നിനക്കൊരു സ്ഥാനമുണ്ട്, അത് വീണ് ഉടഞ്ഞു പോകുമെന്ന് ബാലചന്ദ്രൻ പറയുന്നു. ഇതൊക്കെയാണ് പ്രമോവായി കാണിച്ചത്. പ്രമോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു എപ്പിസോഡിന്റെ പ്രമോവുമായി വരുന്നതുവരെ കാത്തിരിക്കുക.